302 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശൻ നീരണാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് The mantra of well-being. ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും 8 തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്തതയും. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും. സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ്, ചെമ്പക്കുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി, കുമിളി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വികസന സദസ്സിൽ നിറഞ്ഞ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെയും പീരുമേട് MLA ആയിരുന്ന വാഴൂർ സോമന്റെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ പൊതുവികസനം, പശ്ചാത്തലം, സാമൂഹികം, കൃഷി, ക്ഷീരോത്പാദനം തുടങ്ങി വിവിധങ്ങളായ പദ്ധതികളാണ് തയ്യാറാക്കിയിരുന്നത്. ഇതിൽ പ്രധാനമായും ഗ്രാമീണ റോഡുകൾ 23 വാർഡിലും, ചെറു റോഡുകളുടെ കോൺക്രീറ്റ് വൽക്കരണം, കുടിവെള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രഭാത ഭക്ഷണം, ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികൾ എന്നീ പദ്ധതികളാണ് നൽകിയിരുന്നത്. ഗ്രാമപഞ്ചായത്ത് 23 വാർഡിലുമായി 50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ 80 കോടി രൂപയുടെ പദ്ധതികളാണ് 5 വർഷ കാലയളവിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം സർക്കാർ MLA ഫണ്ടുകളായി 260 കോടി രൂപയോളം ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ജില്ലയിൽ 2ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. വയോജനങ്ങൾ, നിർധന കുടുംബങ്ങൾ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് പ്രത്യേക പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഗ്രാമപഞ്ചായത്തിന്റെ വലിയ ആവശ്യമായിരുന്ന ടൗണിലെ ടോയ്ലറ്റ് നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികളും ആരംഭിച്ചാണ് 5 വർഷം KM ഉഷ പ്രസിഡന്റായ ഭരണസമിതി പൂർത്തിയാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിലാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശൻ നീരണാംകുന്നേൽ വികസന സദസ്സ് 2025 ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിക്കുവാൻ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വികസന സദസ്സിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ ഏതെല്ലാം മേഖലയിലും അതായത് ബ്ലോക്ക് തലത്തിലായിട്ടും ഗ്രാമപഞ്ചായത്ത് തലത്തിലായിട്ടും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ആധികാരികമായി വികസനം അവതരിപ്പിച്ച വികസന രേഖയും ആ വികസന രേഖ നോക്കുമ്പോൾ കോടാനുകോടി വികസന പ്രവർത്തനങ്ങൾ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കാൻ സ്ഥലം വിട്ടു നൽകിയ വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.